ഹായ് കുട്ടികളെ. അപ്പം നമ്മൾ ഇപ്പം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിയനും ഇൻ്റർസെക്ഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ചോ? യൂണിയനും ഇൻ്റർസെക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നിങ്ങളത് മനസ്സിലാക്കി എടുത്തല്ലോ അല്ലേ? അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാം. കുറച്ച് പ്രോബ്ലംസും അതിൻ്റെ 1-2 പ്രോപ്പർട്ടി അത് വെരിഫൈ ചെയ്യാനും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പം ഈ ക്ലാസ്സിൽ എടുക്കാം. അപ്പം യൂണിയനും ഇൻ്റർസെക്ഷനും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? കുറേ ദിവസമായി, എല്ലാം മറന്നൊന്നും പോയിട്ടില്ലല്ലോ. യൂണിയൻ മീൻസ് ഫുള്ള്, എയും ബിയും. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എയും ഫുള്ള് വരണം, ബിയും ഫുള്ള് വരണം. ആദ്യം എ ഫുള്ള് അങ്ങോട്ട് എഴുതുക, പിന്നെ ബിയിൽ എഴുതാൻ മിച്ചമുള്ളത് മാത്രം കൂട്ടിച്ചേർത്താൽ മതി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ കോമണാണ്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള പോർഷൻ മാത്രം, കോമൺ ആയിട്ട് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ മാത്രം, കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് മാത്രമാണ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ വരുന്നത്. അത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. 1-2 പ്രോബ്ലംസ് ഒക്കെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുകയും ചെയ്തു. അപ്പം അത് ശരിക്കും ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ, സബ്സെറ്റ് നമ്മൾ പഠിച്ചോ? ഓർക്കുന്നുണ്ടല്ലോ. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് വെച്ചാൽ എയിലെ എല്ലാ എലമെൻറ്റ്സും ബിക്കകത്ത് വരണം, എ ഫുള്ള് ബിക്കകത്ത് വരണം. അങ്ങനെ വരുമ്പോഴാണ് എ സബ്സെറ്റ് ഓഫ് ബി ആവുന്നത്. അപ്പോൾ ഈ എ സബ്സെറ്റ് ഓഫ് ബി, അതായത് സപ്പോസ് എ ഈക്വൽ ടു സെറ്റ് എ ബി, ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി. നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. എ സബ്സെറ്റ് ഓഫ് ബി ആ, എയുടെ എല്ലാ എലമെന്റ്സും ബിക്കകത്തുണ്ട്, എയിലെ എലമെന്റ്സ് എയും ബിയും ബിക്കകത്തുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് പറയാം എ സബ്സെറ്റ് ഓഫ് ബി ആണ്. ഇവിടെ എ സബ്സെറ്റ് ബി ആണ്. അപ്പൊ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും എന്ത് വരും നോക്കാം. എ യൂണിയൻ ബി എന്ന് എഴുതാം. എ യൂണിയൻ ബി എഴുതുമ്പോൾ നമ്മൾ ആദ്യം എ ഫുൾ അങ്ങോട്ട് എഴുതുന്നു. എ എന്ന് പറയുമ്പോൾ എയും ബിയും ഫുൾ എഴുതുന്നു. പിന്നെ ബിയും കൂടെ, ബി എ ബി സി ആ, എയും ബിയും ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഇനി എഴുതേണ്ട, സിയും കൂടെ എഴുതിയാൽ മതി. നോക്കിയാൽ എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ വലിയ സെറ്റായ ബി വരും. കണ്ടോ, വലിയ സെറ്റായ ബി വരും. ഇനി അതുപോലെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളതാണ്. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എ ബി ആ, സ്മോൾ എ ബി, രണ്ടിടത്തും വരുന്നുണ്ട്, സ്മോൾ എ ബി വരും. അപ്പോൾ അത് ചെറിയ സെറ്റായ എയും വരും. ഓർത്തോണം, എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ വലിയ സെറ്റായ ബിയും ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ സെറ്റായ എയും വരും. കോമൺ, രണ്ടിടത്തും കോമൺ. വെൻ ഡയഗ്രം വരച്ചാൽ ഇത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എ ബിയുടെ സബ്സെറ്റാണ്. അപ്പം ബിക്ക് അകത്ത് വേണം എ, ബിക്ക് അകത്ത് ഫുൾ ആയിട്ടേ വരും. അപ്പം നമ്മൾ വെളിയിൽ ബി വരയ്ക്കും, ഈ സെറ്റ് ബി, അതിൻ്റെ അകത്താണ് എ വരുന്നത്. ഇത് എ, ഇങ്ങനെയാണ് എ സബ്സെറ്റ് ഓഫ് ബി വന്നാൽ അതിൻ്റെ വെൻ ഡയഗ്രം ഇങ്ങനെയാണ്. അപ്പോൾ എയുടെയും ബിയുടെ യൂണിയൻ എടുക്കുമ്പോൾ എയും ഫുള്ള് വരയ്ക്കണം, ബിയും ഫുള്ള് വരയ്ക്കണം. അപ്പോൾ ബി ഫുള്ള് കിട്ടും. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ഭാഗം എ മാത്രം വരുന്നത്. അപ്പം ഒന്ന് ഓർത്തിരിക്കണം. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ വാട്ട് ഈസ് എ യൂണിയൻ ബി, അല്ലെ വാട്ട് ഈസ് എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ചെറിയ സെറ്റും യൂണിയൻ എന്ന് പറയുമ്പോൾ വലിയ സെറ്റും. ഒന്ന് ഓർത്തിരുന്നാൽ മതി. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ, യൂണിയൻ ഇന്റർസെക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1-2 ക്വസ്റ്റ്യൻ ചെയ്തുള്ളൂ. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യാം. ഏത് ഒരു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6, ഏത് ഒരു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എൻ, എക്സ് ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഷോർട്ടായിട്ട് ബിലോങ്സ് ടു എൻ എന്ന് എഴുതുന്നേ ഉള്ളൂ. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് മീനിങ്. എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് x less than 6, x less than 6. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6, അതാണ് എ. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6, 6ൽ കുറവുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും, അതാണ് എ എന്ന് പറയുന്ന സെറ്റ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സെറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x such that x is a natural number and 6 less than x less than 10. x belongs to n, നാച്ചുറൽ നമ്പർ എന്നുള്ള x belongs to n എന്ന് എഴുതുക, and 6 less than x less than 10. അപ്പോൾ നമുക്ക് എ ഇന്റർസെക്ഷൻ ബിയും എ യൂണിയൻ ബിയും ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അത് കണ്ടുപിടിക്കണേ ഇത് റോസ്റ്റർ ഫോമിൽ എഴുതാം. ഇതിപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിലല്ലേ, അതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുക. എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും, അല്ല എ യൂണിയൻ ബി എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതുക. എ ഈസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6 ആണ്, 6ൽ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പർ വെച്ചാൽ 1 2 3 എക്സെട്ര അല്ലേ. 6ൽ കുറവ്, 6 എടുക്കണ്ട, 1 2 3 4 5, 6 എടുക്കാൻ പറ്റത്തില്ല, ലെസ് ദാൻ 6 എന്നാ. 6ൽ കുറവ് മതി, +5 വരെ മതി. ഇനി ബി എന്ന് പറയുന്ന എക്സ് നാച്ചുറൽ നമ്പറാണ്, കൂടാതെ 6നും 10നും ഇടയില്ല. 6ഓ 10ഓ എടുക്കാൻ പറ്റത്തില്ല, 6ഉം 10ഉം പറ്റത്തില്ല, 6
6 10 ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ളത്. അപ്പം 6 പറ്റത്തില്ല, 7 എടുക്കാം, 8 9 10 പറ്റത്തില്ല. ഇതാണ് എയും ബിയും. ഇനി നമുക്ക് എ യൂണിയൻ ബി എ ഇന്റർസെക്ഷൻ ബി എഴുതാം. എ യൂണിയൻ ബി എന്ന് പറയുമ്പോഴത്തേക്കും എ ഫുൾ എഴുതാം, 1 2 3 4 5. ഇനി ബിയും കൂടി 7 8 9 എഴുതിയിട്ടില്ല, അപ്പം അതും കൂടെ എഴുതാം, 7 8 9. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോഴത്തേക്കും എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതാണ്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് നോക്കാം. എയിലേതൊന്നും ഇവിടെ ഇല്ല, കോമൺ ആയിട്ട് ഒന്നുമില്ല, അപ്പം നൾ സെറ്റ് 5 വരും. അപ്പം ഇത് ഇങ്ങനെയാണ് യൂണിയനും ഇന്റർസെക്ഷനും. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് such that x is a natural number and multiple of 3. X is a natural number belongs to n and multiple of 3. Multiple of 3. X is a natural number and multiple of 3. അതാണ് A. B എന്ന് പറഞ്ഞാൽ x is a natural number and x is a natural number എന്ന് കാണിക്കാൻ വേണ്ടി x belongs to n എന്ന് എഴുതി and 1 less than x less than or equal to 6. 6ഓ അതിൽ കുറവോ 1 തൊട്ട് 1 എടുക്കാൻ പറ്റത്തില്ല, 1 ഇല്ല, 6 വരെയുള്ള നാച്ചുറൽ നമ്പർ 6 എടുക്കാം. അപ്പം ഇത് നമ്മൾ ആദ്യം റോസ്റ്റർ ഫോമിൽ എഴുതുക. എ എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പറും ആണ്, മൾട്ടിപ്പിൾ ഓഫ് 3 ആ, അതായത് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്, 3ന്റെ ഗുണിതങ്ങൾ, 3ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം നമുക്ക് 3 × 1 3 6 9 അങ്ങനെ എഴുതാം. അത് എവിടെ വരെയാന്ന് പറഞ്ഞിട്ടില്ല, അങ്ങ് ഇൻഫിനിറ്റി വരെ എഴുതാം. അപ്പം നമുക്ക് 3 6 9 12 എക്സെട്ര ലാസ്റ്റ് എവിടെ വരെയാന്ന് പറഞ്ഞിട്ടില്ല, മൾട്ടിപ്പിൾ ഓഫ് 3 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഇൻഫിനിറ്റി വരെ പോകാം. അതാണ് എ. ഇനി ബി എഴുതാം. ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് such as 1 less than x less than or equal to 6. 1 എടുക്കാൻ പാടില്ല, 6 വരെ പറ്റും. 1 പറ്റത്തില്ല, അപ്പം 2 3 4 5 6. ഇതാണ് എയും ബിയും. ഇനി ഇതിന്റെ യൂണിയനും ഇന്റർസെക്ഷനും എഴുതാനാണ് പറഞ്ഞിരുന്നത്. അപ്പം യൂണിയനും എഴുതാം, ഇന്റർസെക്ഷനും എഴുതാം. അപ്പം എ യൂണിയൻ ബി, എ യൂണിയൻ ബി എന്ന് എഴുതുമ്പോഴത്തേക്കും ആദ്യം എ ഫുൾ എഴുതുക. എ ഫുൾ എന്ന് എഴുതുമ്പോൾ എക്സെട്ര ഉണ്ട്, അപ്പം നമുക്ക് വേണം ബി ഫുൾ എന്ന് ആദ്യം എഴുതാം. ബി കുറച്ചല്ലേ ഉള്ളൂ, ബി കുറച്ചേ ഉള്ളൂ. അപ്പം നമുക്ക് എ രണ്ടാമത് എഴുതാം. നിങ്ങൾക്ക് ആദ്യം ഏത് വേണേലും എഴുതാം. നമ്മളിവിടെ എ അങ്ങ് ഇൻഫിനിറ്റി വരെ പോകുന്നതുകൊണ്ട് അത് നമുക്ക് അവസാനം എഴുതാം. ബി ഇവിടെ ആദ്യം എഴുതാം. അത് ആദ്യം ഏത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ബി ആദ്യം എഴുതുക. 2 3 4 5 6. ഇനി എയും കൂടി എഴുതാം. എയിലെ 3 നമ്മൾ എഴുതിയിട്ടുണ്ട്, അപ്പം എഴുതണ്ട. 6 എഴുതിയിട്ടുണ്ട്, അതും എഴുതണ്ട. പിന്നെ ബാക്കി ഫുൾ എഴുതാം. 9 12 15 എക്സെട്ര ലാസ്റ്റ് എക്സെട്ര വരും. അതുകൊണ്ടാണ് എ രണ്ടാമത്തെ എഴുതിയത്. എ ആദ്യം എഴുതിയാൽ പിന്നെ എക്സെട്ര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബിയുടെ ഭാഗങ്ങളും കൂടെ എഴുതണം. അത് ഒഴിവാക്കാനായിട്ടാണ് ബി അങ്ങ് ആദ്യം എഴുതിയത്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആദ്യം എഴുതാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എ യൂണിയൻ ബി കിട്ടി. എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. എ നോക്കണ്ട, ബി അങ്ങ് നോക്കിയാൽ ഇത് കുറച്ചല്ലേ ഉള്ളൂ. 2 ഇവിടെ ഇല്ല, 3 ഉണ്ട്, 3 എഴുതാം. 3 എഴുതാം. 4 ഇല്ല, 5 ഇല്ല, 6 ഉണ്ട്. ഇനിയിപ്പോൾ എ ബിയിലൊന്നും ഇല്ല, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും എഴുതുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് റിസൾട്ട് ഉണ്ട് ഇവിടെ വെരിഫൈ. എയും ബിയും സിയും ഒക്കെ തന്നിട്ട് ഒരു ഞാൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചില്ലേ, അത് വെരിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. എല്ലാ വർഷവും തന്നെ ചോദിക്കാറുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അല്ലെങ്കിൽ നമ്മൾ കോംപ്ലിമെന്റ് പഠിച്ചോ, കോംപ്ലിമെന്റ് പഠിക്കുമ്പോൾ വേറൊരു ലോ ഉണ്ട്, അത് ചോദിക്കാവുന്ന ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്, പഠിച്ചോണം. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സപ്പോസ് എ ഈക്വൽ ടു 3 5 7 9 11. എ ഈക്വൽ ടു 3 5 7 9 11. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 7 9 11 30. 7 9 11 30. സി എന്ന് പറയുന്നത് 11 13 15. 11 13 50. ഡി എന്ന് പറയുന്നത് 15 17. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. എ ഇന്റർസെക്ഷൻ ബി, അതൊക്കെ നിങ്ങൾ യൂണിയനും എ ഇന്റർസെക്ഷൻ ബി കാണാം. എ ഇന്റർസെക്ഷൻ ബി, എയുടെയും ബിയുടെയും കോമൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാം. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് 3 ഇല്ല,
5 ഇല്ല, 7ഉം 9ഉം ഉണ്ട്. 7ഉം 9ഉം 11ഉം ഉണ്ട്. 7, 9, 11 രണ്ടിടത്തും ഉണ്ട്. വേറെ ഒന്നും കോമൺ ആയിട്ടില്ല. അപ്പൊ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് 7, 9, 11 ആണ്. 7, 9, 11 ആണ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി നമുക്ക് കിട്ടി. ഇനി അടുത്ത എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി ആണ്. എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി. എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി കാണാം. അപ്പൊ മൂന്നും കൂടെ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, രണ്ടെണ്ണം വീതം എടുത്ത് ചെയ്യാം. അപ്പൊ ആദ്യം എ ഇന്റർസെക്ഷൻ സിയോ സി ഇന്റർസെക്ഷൻ ഡിയോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. നമുക്ക് എ ഇന്റർസെക്ഷൻ സി ഇത് ആദ്യം കാണാം. എ ഇന്റർസെക്ഷൻ സി കാണാം. എയിലും സിയിലും എ സി രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് 3, 5, 7 ഒന്നും ഇവിടെ ഇല്ല, 9ഉം ഇല്ല, 11 മാത്രമേ ഉള്ളൂ. അപ്പൊ എ ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ സെറ്റ് 11. ഇനി നമുക്ക് എ ഇന്റർസെക്ഷൻ സിയും ഡിയും കൂടെ ഉള്ള ഇന്റർസെക്ഷൻ എടുക്കാം. എ ഇന്റർസെക്ഷൻ സിയും ഇന്റർസെക്ഷൻ ഡി നമുക്ക് വേണമെങ്കിൽ എഴുതാൻ എളുപ്പത്തിൽ എ ഇന്റർസെക്ഷൻ സി കിട്ടിയതൊന്നുകൂടെ എഴുതാം. 11 ഇന്റർസെക്ഷൻ ഡി. ഡി എന്ന് പറഞ്ഞാൽ 15, 17 ആണ്. നമ്മൾ ആദ്യം എ ഇന്റർസെക്ഷൻ സി ഇവിടെ കണ്ടുപിടിച്ചായിരുന്നു, അത് നമ്മൾ ഇവിടെ എഴുതി. ഇന്റർസെക്ഷൻ ഡി ഒന്നുകൂടെ എടുത്ത് എഴുതി. ഇതിന് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്, ഇതിന് രണ്ടിലും കോമൺ ആയിട്ട് ഒന്നുമില്ല, രണ്ടിലും കോമൺ ആയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ സെറ്റ് 5. മനസ്സിലായോ? ഇന്റർസെക്ഷൻ കോമൺ ആയിട്ടുള്ളത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ എ യൂണിയൻ ബി യൂണിയൻ ഡി. എ യൂണിയൻ ബി യൂണിയൻ ഡി കാണാം. എ യൂണിയൻ ബി യൂണിയൻ ഡി അത് കാണാൻ വേണ്ടി നമുക്ക് ആദ്യം എ യൂണിയൻ ബി കാണാം. എ യൂണിയൻ ബി യൂണിയൻ ആണ്, ഫുൾ എഴുതണം. അപ്പൊ എ ഫുൾ അങ്ങോട്ട് എഴുതാം. ആദ്യം എ ഫുൾ 3, 5, 7, 9, 11. 3, 5, 7, 9, 11. പിന്നെ ബിയും കൂടി. ബിയില് 7ഉം 9ഉം 11 നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി 13ഉം കൂടെ മതി. 13ഉം കൂടെ മതി. ഇനി നമുക്ക് എ യൂണിയൻ ബി യൂണിയൻ ഡി അത് എഴുതാനുണ്ട്. എ യൂണിയൻ ബി നമ്മളിവിടെ കണ്ടുപിടിച്ചു. അത് ഫുള്ള് ഇതെന്ന് പറയുമ്പോൾ ഇത് ഫുള്ള് എഴുതണം. എ യൂണിയൻ ബിയും ഫുൾ എഴുതണം, പിന്നെ ഡിയും എഴുതണം. അപ്പൊ നമുക്ക് ആദ്യം എ യൂണിയൻ ബി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഫുൾ അങ്ങോട്ട് എഴുതാം. 3, 5, 7, 9, 11, 13. ഇനി ഡിയും കൂടെ. ഡി നോക്കുക. ഡി എന്ന് പറഞ്ഞാൽ 15ഉം 17ഉം ആണ്. അതിവിടെ എഴുതിയിട്ടില്ല, അതൊന്ന് കൂട്ടിച്ചേർത്താൽ മതി. 15, 17. അപ്പൊ ഇങ്ങനെയാണ് എഴുതേണ്ടത്. യൂണിയൻ എഴുതുമ്പോൾ ഫുൾ എഴുതണം. ഇന്റർസെക്ഷൻ എഴുതുമ്പോൾ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ രണ്ട് റിസൾട്ട് വെരിഫൈ ചെയ്യാൻ ചോദിക്കും. അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഞാൻ പറഞ്ഞല്ലോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, അത് പഠിക്കണം. അപ്പൊ അതിനായിട്ട് രണ്ട് ലോ ഉണ്ട് വെരിഫൈ ചെയ്യാനായിട്ടാണ്. ഇതാണ് ലോ. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി തന്നായിരുന്നു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇതൊരു റിസൾട്ട്. അതുപോലെ ഒരു റിസൾട്ടും കൂടി ഉണ്ട്. യൂണിയൻ ഇന്റർസെക്ഷൻ മാറുന്നു. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. അത് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊന്നും കൂടി എഴുതാം. ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു റിസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്നും കൂടി എഴുതാം. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്ന് കാണാം. അപ്പൊ ഇത് വെരിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. വെരിഫൈ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കണം, റൈറ്റ് സൈഡ് കണ്ടുപിടിക്കണം. രണ്ട് ആൻസറും സെയിം ആണെന്ന് കിട്ടിയാൽ മതി. നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡ് കാണാം. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി അല്ലേ, ബ്രാക്കറ്റിനുള്ളിലുള്ളത് വേണം ആദ്യം ചെയ്യാൻ. ബി യൂണിയൻ സി ആദ്യം ചെയ്യുക. ബി യൂണിയൻ സി. ബി യൂണിയൻ സി എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്യാൻ പോവാം. ബ്രാക്കറ്റിൽ ആദ്യം ചെയ്യുന്നത് ബി യൂണിയൻ സി. ബി യൂണിയൻ സി എഴുതുമ്പോൾ യൂണിയൻ ആണ്, ഫുൾ വേണം. ബി ഫുൾ എഴുതുക. ബി ഫുൾ എന്ന് പറയുമ്പോൾ 7, 9, 11, 13. പിന്നെ സിയും കൂടെ. സിയിൽ 11 എഴുതി, 13 എഴുതി, ഇനി 15ഉം കൂടി ഉള്ളൂ. ഇതാണ് ബി യൂണിയൻ സി. ബി യൂണിയൻ സി ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എഴുതണം. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി വേണമെന്നുള്ളവർക്ക് രണ്ടും ഒന്നുകൂടെ എഴുതാം. എയും ബി യൂണിയൻ സി ഒന്നുകൂടെ എഴുതാം. എന്നിട്ട് കോമൺ എഴുതി. എ എന്ന് പറയുന്നത് 3, 5, 7, 9, 11. ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട്, അതും കൂടെ എഴുതാം. 7, 9, 11, 13, 15. ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ളത് മാത്രം ഇന്റർസെക്ഷനാണ്. ഇവിടെ ഇന്റർസെക്ഷനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എടുത്ത് എഴുതുക. കോമൺ ആയിട്ടുള്ളത് 3 കോമൺ അല്ല, 5 ഇല്ല, 7ഉം 9ഉം 11 ഉണ്ട്. 7ഉം 9ഉം 11ഉം രണ്ടിടത്തും ഉണ്ട്. അതാണ് അതിന്റെ ആൻസർ. 7, 9, 11. ക്ലിയർ ആയില്ലേ? അപ്പൊ ലെഫ്റ്റ് സൈഡ് കിട്ടി. ലെഫ്റ്റ് സൈഡിന്റെ ആൻസർ ആയതുകൊണ്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തത്. ഇനി റൈറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പോവാം. റൈറ്റ് സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ബ്രാക്കറ്റിലുള്ളത് ചെയ്തിട്ട് പിന്നീട് അതിന്റെ യൂണിയൻ എടുക്കാം. ബ്രാക്കറ്റിലുള്ളത് എ ഇന്റർസെക്ഷൻ ബിയും എ ഇന്റർസെക്ഷൻ സിയും. അത് രണ്ടും നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എയും ബിയും ആണ് കോമൺ ആയിട്ടുള്ളത്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞത് 7, 9, 11. 7, 9, 11 ആണ് രണ്ടിടത്തും കോമൺ ഉള്ളത്. അപ്പൊ നമ്മൾ എഴുതി 7, 9, 11.
ഇനി നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കിട്ടി. അടുത്ത എ ഇന്റർസെക്ഷൻ സി കാണാം. എ ഇന്റർസെക്ഷൻ സി, എയിലും സിയിലും, എയിലും സി ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 3ഉം 5ഉം ഇവിടെ ഇല്ല, 7ഉം 9ഉം ഇല്ല, 11 മാത്രമേ ഉള്ളൂ. എയിലും സിയിലും കോമൺ ആയിട്ട് 11 മാത്രമേ ഉള്ളൂ, 11 മാത്രം. ഇനി നമ്മൾ ഈ ഇതിന്റെ രണ്ടിന്റെ യൂണിയൻ, എ ഇന്റർസെക്ഷൻ ബിയുടെ എ ഇന്റർസെക്ഷൻ സിയുടെ യൂണിയൻ എഴുതാൻ പോകുന്നു. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. യൂണിയൻ എന്ന് പറയുമ്പോൾ ഫുൾ എഴുതാം. ആദ്യം എ ഇന്റർസെക്ഷൻ ബി കിട്ടിയത് ഫുൾ എഴുതാം. എ ഇന്റർസെക്ഷൻ ബി നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 7, 9, 11. ഇനി എ ഇന്റർസെക്ഷൻ സി കൂടെ, എ ഇന്റർസെക്ഷൻ സിയിൽ 11 മാത്രമേ ഉള്ളൂ, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടി. രണ്ട് ലെഫ്റ്റ് സൈഡ് ആയ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി നമ്മൾ അണ്ടർലൈൻ ചെയ്തു. റൈറ്റ് സൈഡ് ആയ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി നമ്മൾ അണ്ടർലൈൻ ചെയ്തു. അണ്ടർലൈൻ ചെയ്ത് രണ്ടും ഒരേ ആൻസറാണ്, സെയിം അല്ലേ? സെയിം ആയതുകൊണ്ട് നമുക്കറിയാം ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സിയുടെ ആൻസറും എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സിയുടെ ആൻസറും സെയിം ആയതുകൊണ്ട് ഇത് രണ്ടും സെയിം ആണ്. therefore നമുക്ക് പറയാം എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇതുപോലെ ചെയ്താൽ മതി, വളരെ എളുപ്പമാണ്. ഉറപ്പായിട്ട് ചോദിക്കുന്നത് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. നിങ്ങളത് ശരിക്കും പഠിച്ചോണം. ക്ലിയർ ആയില്ലേ? മനസ്സിലായാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഇത് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ ആ ഡൗട്ടുള്ള ഭാഗം ചോദിച്ചാൽ മതി, ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. ഇനി അതിൻ്റെ അകത്ത് ഒരു റിസൾട്ടും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരെണ്ണം നമ്മൾ പ്രൂവ് ചെയ്തു, രണ്ടാമത് ഒരെണ്ണം കൂടി ഉണ്ട്. ഇതാണ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. അതുകൂടെ നമുക്ക് പ്രൂവ് ചെയ്യാം. അത് ആദ്യമേ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പം അതിനായിട്ട് ആദ്യം ബ്രാക്കറ്റിലുള്ള ബി ഇന്റർസെക്ഷൻ സി ചെയ്യണം. ബി ഇന്റർസെക്ഷൻ സി, ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് ബി ഇതാണ്, സി ഇതാണ്. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് 7ഉം 9ഉം ഇവിടെ ഇല്ല, 11ഉം 13ഉം ഇവിടെ ഉണ്ട്. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് 11ഉം 13ഉം ആണ്. അപ്പൊ സെറ്റിൻ്റെ അകത്ത് 11ഉം 13ഉം വരും. ബി ഇന്റർസെക്ഷൻ സി, ബി ഇന്റർസെക്ഷൻ സി കിട്ടി. ഇനി എയുമായിട്ട് യൂണിയൻ എടുക്കണം. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. യൂണിയൻ ആണ്, എയുടെയും ബി ഇന്റർസെക്ഷൻ സിയുടെയും കൂടെ യൂണിയൻ എഴുതണം. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഫുൾ ആണെന്ന് പറഞ്ഞല്ലോ. എ ആദ്യം ഫുൾ അങ്ങോട്ട് എഴുതുക. എ ഫുൾ എഴുതുക. 3, 5, 7, 9, 11. 3, 5, 7, 9, 11. പിന്നെ ബി ഇന്റർസെക്ഷൻ സി. ഇപ്പൊ എ ഫുൾ എഴുതി, ഇനി ബി ഇന്റർസെക്ഷൻ സിയും കൂടെ ഫുൾ എഴുതുക. ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ 11ഉം 13ഉം ആണ്. 11 എഴുതിയിട്ടുണ്ട്, ഇനി 13ഉം കൂടെ എഴുതുക. ഇതാണ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടി, എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി കിട്ടി. അത് അണ്ടർലൈൻ ചെയ്തു. റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ഈ ആൻസർ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. റൈറ്റ് സൈഡ് ആണെങ്കിൽ ആദ്യം എ യൂണിയൻ ബി എഴുതണം. എ യൂണിയൻ ബി. ഇപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ യൂണിയൻ ആണ്, ഫുള്ള് വേണം. എയും ഫുൾ എഴുതുക, ബിയും ഫുൾ എഴുതുക. എന്ന് പറയുമ്പോൾ 3, 5, 7, 9, 11. 3, 5, 7, 9, 11. ഇനി ബിയും കൂടി. ബിയിലെ 7, 9, 11, 13 ആണ്. 7, 9, 11 എഴുതി, ഇനി 13ഉം കൂടി എഴുതിയാൽ മതി. ഇതാണ് എ യൂണിയൻ ബി. ഇനി എ യൂണിയൻ സി എഴുതണം. എ യൂണിയൻ സി. എ യൂണിയൻ സി എഴുതുമ്പോൾ ആദ്യം എ ഫുൾ എഴുതുക. 3, 5, 7, 9, 11. എ ഫുൾ എഴുതി, എ ഫുൾ എഴുതി. ഇനി സിയും കൂടി. 11, 13, 15. 11 എഴുതിയിട്ടുണ്ട്, 13ഉം 15ഉം കൂടി എഴുതുക. ഇനി നമുക്ക് വേണ്ടത് എ യൂണിയൻ ബിയുടെ എ യൂണിയൻ സിയുടെ ഇന്റർസെക്ഷനാണ്. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഈ രണ്ട് സെറ്റ് നമ്മൾ എ യൂണിയൻ ബി ഇവിടെ എഴുതിയിട്ടുണ്ട്, എ യൂണിയൻ സി ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ, ഈ രണ്ടെണ്ണത്തിന്റെ ഇന്റർസെക്ഷൻ എന്ന് വെച്ചാൽ കോമൺ. ഇതിന്റെ രണ്ടിനും കോമൺ ആയിട്ടുള്ള 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്, 13 ഉണ്ട്. അപ്പൊ ഈ ഇത് ഫുള്ള് വരും. 3, 5, 7, 9, 11, 13. 3, 5, 7, 9, 11, 13. അതും കിട്ടി. അണ്ടർലൈൻ ചെയ്യും. ഈ രണ്ട് ആൻസറും സെയിം അല്ലേ നോക്കുക. 3, 5, 7, 9, 11, 13 സെയിം ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സിയും എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സിയും സെയിം ആണ്. നമുക്ക് എഴുതാം എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു ഈ രണ്ട് കാര്യങ്ങൾ വെച്ചോണ്ടാ ഇത് രണ്ട് സെയിം ആണ്. റൈറ്റ് സൈഡ് സെയിം ആണ്, ലെഫ്റ്റ് സൈഡും സെയിം ആയിരിക്കും. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ആണ് ലെഫ്റ്റ് സൈഡ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. നമുക്ക് റിസൾട്ട് കിട്ടി. അപ്പൊ ഈ റിസൾട്ടുകൾ പ്രോബ്ലം ഈ എക്സാമ്പിൾ വെച്ചും ചോദിക്കാം, ഈ വെൻ ഡയഗ്രം വെച്ച് ഇത് ചോദിക്കാം. വെൻ ഡയഗ്രം വെച്ച് നമുക്ക് ചെയ്യാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ വെൻ ഡയഗ്രം വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യാം. അപ്പം അത് രണ്ട് രീതിയിലും ചോദിക്കാം. ഇങ്ങനെ എക്സാമ്പിൾ ABC പ്രോബ്ലം ആയിട്ട് തന്നിട്ട് അത് അങ്ങനെ ചെയ്യാനും ചോദിക്കാം, വെൻ ഡയഗ്രം ഉപയോഗിച്ചും ചെയ്യാൻ ചോദിക്കാം. പഠിച്ചോളാം. ഓക്കെ. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഡിസ്ജോയിന്റ് സെറ്റ്.
ഡിസ്ജോയിന്റ് സെറ്റ്. ഡിസ്ജോയിന്റ് ഓർ വേറൊരു പേരും കൂടി ഉണ്ട്, മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഡിസ്ജോയിന്റ് എന്നാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഡിസ്ജോയിന്റ് അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് രണ്ടും സെയിം ആണ്. ഡിസ്ജോയിന്റ് സെറ്റ്സ് അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് സെറ്റ്സ് എന്ന് വെച്ചാൽ എയും ബിയും രണ്ട് സെറ്റ് എയും ബിയും ഡിസ്ജോയിന്റ് ആവണമെങ്കിൽ, ഡിസ്ജോയിന്റ് പേരിൽ തന്നെയാണ് ഡിസ്ജോയിന്റ്, രണ്ട് സെപ്പറേറ്റ് കിടക്കണം. അതായത് കോമൺ ആയിട്ടൊന്നും കാണരുത്. എക്കും ബിക്കും കോമൺ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ അത് ഡിസ്ജോയിന്റ് സെറ്റാണ്. എന്ന് വെച്ചാൽ എ ഇന്റർസെക്ഷൻ ബി 5 വരണം. എ ഇന്റർസെക്ഷൻ ബി 5 ആണെങ്കിൽ നൾ സെറ്റ് ആണെങ്കിൽ എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റാണ്, ഡിസ്ജോയിന്റ് സെറ്റ്സാ അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് സെറ്റ്സാ. അതിന്റെ വെൻ ഡയഗ്രം വരച്ചാൽ യൂണിവേഴ്സൽ സെറ്റ് എ ഇവിടെ ബി ഇവിടെ രണ്ടും കൂടെ കൂട്ടിമുട്ടത്തില്ല, കോമൺ ആയിട്ടൊന്നും കാണത്തില്ല. ഇങ്ങനെ രണ്ടും രണ്ടായിട്ട് എ ഇത് ബി ഇത് ഡിസ്ജോയിന്റ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഇങ്ങനെയാണ് ഡിസ്ജോയിന്റ് സെറ്റിന്റെ വെൻ ഡയഗ്രം. യൂണിവേഴ്സൽ സെറ്റിനകത്ത് എയും ബിയും രണ്ടും രണ്ടായിട്ട് നിൽക്കും. പേരും ബിയിലും കോമൺ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ അത് ഡിസ്ജോയിന്റ് സെറ്റ്സാ. ക്ലിയർ ആയല്ലോ? എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സാമ്പിൾ വേണം എഴുതാം. സപ്പോസ് എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഇസ് ഈക്വൽ ടു സെറ്റ് 7 8 9. എ ഇന്റർസെക്ഷൻ ബി നോക്കാം. എയിലും ബിയിലും കോമൺ ആയിട്ട് ഒന്നുമില്ല, 5 ആ. അതുകൊണ്ട് നമുക്കറിയാം ദീസ് സെറ്റ്സ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ്. എയും ബിയും ഡിസ്ജോയിന്റ്, കോമൺ ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ ഡിസ്ജോയിന്റ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. എ ഈക്വൽ ടു സെറ്റ് എക്സ് സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഫോർ എക്സ് സെറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. സെറ്റ് എക്സ് സെറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ, അതാണ് എ. അതുപോലെ ബി എന്ന് പറയുന്നത് എക്സ് ഇസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് എക്സ് ഈസ് ഈവൻ നാച്ചുറൽ നമ്പർ. ഈവൻ നാച്ചുറൽ നമ്പർ അതാണ് ബി. സി എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പർ. സി എന്ന് പറയുന്നത് സെറ്റ് എക്സ് സെറ്റ് എക്സ് ഈസ് ഓഡ് നാച്ചുറൽ നമ്പർ. ഓഡ് നാച്ചുറൽ നമ്പർ. ഇനി ഒരെണ്ണം കൂടിയുണ്ട് ഡി. ഡി എന്ന് പറയുന്നത് സെറ്റ് എക്സ് സെറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ. എക്സ് ഈസ് എ പ്രൈം നമ്പർ. ഇങ്ങനെ 3 സെറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് കുറെ കാര്യങ്ങൾ എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ സി, എ ഇന്റർസെക്ഷൻ ഡി, അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണ്. ചുമ്മാ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്. എ ബി സി ഒക്കെ നിങ്ങൾക്ക് റോസ്റ്റർ ഫോമിൽ എഴുതണം ആദ്യം. എ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എന്നാ. സെറ്റ് എക്സ് സെറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. എല്ലാ നാച്ചുറൽ നമ്പറും എഴുതാം. നാച്ചുറൽ നമ്പറോട് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒന്നുമില്ല. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എല്ലാ നാച്ചുറൽ നമ്പറും നിങ്ങൾക്ക് എഴുതാം. 1 2 3 എക്സെട്ര അങ്ങ് ഇൻഫിനിറ്റി വരെ. അതാണ് എ. ബി എന്ന് പറയുന്നത് ഇവിടെ ബി എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് എ ഈവൻ നാച്ചുറൽ നമ്പർ. ഈവൻ നാച്ചുറൽ നമ്പർ, ഈവൻ ആയിട്ട് വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എഴുതാം. അപ്പൊ ഈവൻ നമ്പേഴ്സ് എഴുതാൻ 2 4 6 8 എക്സെട്ര അങ്ങ് ഇൻഫിനിറ്റി വരെ പോകും. സി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്സ് ഇസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. ഓഡ് നമ്പേഴ്സ് ഫുൾ എഴുതാം. 1 3 5 7 എക്സെട്ര. ഇനി ഡി എന്ന് പറയുന്നത് എക്സ് ഇസ് എ പ്രൈം നമ്പർ. പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 2 ഉണ്ട്, 3 ഉണ്ട്, 5 7 11 13 17 19 എക്സെട്ര അങ്ങ് ഇൻഫിനിറ്റി വരെ പോകും. അത് എന്തോരം ഉണ്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് എ ബി സി. ഇനി നമുക്ക് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാനായിട്ടാ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചുമ്മാ എഴുതിയാൽ മതി. എ ഇന്റർസെക്ഷൻ ബി ചോദിച്ചാൽ എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ഓപ്പറേഷൻസ് ചോദിക്കുമ്പം സെറ്റ് ബിൽഡർ ഫോമിൽ തന്നെ റോസ്റ്റർ ഫോമിൽ എഴുതണം. എഴുതിയിട്ടേ നിങ്ങൾക്ക് ഇന്റർസെക്ഷൻ യൂണിയൻ ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. റോസ്റ്റർ ഫോമിൽ ആക്കണം. അപ്പൊ നമുക്ക് ആദ്യം എ ഇന്റർസെക്ഷൻ ബി എഴുതാം. എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് എ എന്ന് പറയുമ്പോൾ ഫുള്ള് വരുന്നുണ്ട് 1 2 3 എക്സെട്ര. ബിയില് 2 4 6 എക്സെട്രയേ ഉള്ളൂ. അപ്പൊ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് 2 ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് 4 വരും, എക്സെട്രയിൽ 4 ഉണ്ടല്ലോ, 4 വരും, 6 വരും, 8 വരും, അതായത് ബി ഫുള്ള് വരും. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് 2 4 6 എക്സെട്ര, അതായത് ബി ആ. എ ഇന്റർസെക്ഷൻ എയുടെ സബ്സെറ്റ് ആണല്ലോ ബി. എയുടെ സബ്സെറ്റ് ആണ് സി. എക്കകത്തുള്ള സിക്കകത്തുള്ളത് എല്ലാം എക്കകത്ത് വരുന്നുണ്ട്. അപ്പൊ എ ഇന്റർസെക്ഷൻ സി ചോദിച്ചാൽ സിയിലെ 1 ഇവിടെ ഉണ്ട്, 3 ഉണ്ട്, ഇനി അങ്ങോട്ട് 5 വരും, 7 വരും, അങ്ങനെ സി ഫുള്ള് വരും. 1 3 5 എക്സെട്ര, അതായത് സി വരും. എ വലിയ സെറ്റ്, എയുടെ സബ്സെറ്റ് ആണ് ബിയും സിയും.
സബ്സെറ്റ് വരുമ്പോൾ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ സെറ്റ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഇനി എ ഇന്റർസെക്ഷൻ ഡി ചോദിച്ചാൽ എ ഇന്റർസെക്ഷൻ ഡി, എയിലും ഡിയിലും കോമൺ ആയിട്ടുള്ളത്, എയിലും ഡിയിലും കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാലും കാരണം ഡിയിലെ എല്ലാം എ വരുന്നുണ്ട്, എയുടെ സബ്സെറ്റ് ആണ് ഡി. അപ്പം ഡി ഫുള്ളാണ് വരുന്നത്, ഡി ഫുള്ള് വരും. 2 ഇവിടെയുണ്ട്, 3 ഇവിടെയുണ്ട്, 5 വരും, 7 ഉണ്ട്. എയിലും ഡിയിലും കോമൺ ആയിട്ട് ഇത് ഫുള്ള് വരുന്നുണ്ട്. അപ്പം 2, 3, 5, 7 എക്സെട്ര, അതായത് ഡി ഫുള്ള് വരുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ നോക്കി എഴുതിയാൽ മതി. ഓരോന്നോരോന്ന് ചോദിച്ചാൽ ഇനി ബിയും സിയും കോമൺ, ബി ഇന്റർസെക്ഷൻ സി ചോദിച്ചാൽ ബി ഇന്റർസെക്ഷൻ സി, ബിയിലും സിയിലും കോമൺ ആയിട്ട് ബി നോക്കുക ഈവൻ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, സിയും നോക്കുക ഓഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം രണ്ടിടത്തും കോമൺ ആയിട്ട് ഒന്നുമില്ല. അപ്പം നമുക്ക് പറയാം ദാറ്റ് ഈസ് 5. അപ്പം ഇവിടെ ബിയും സിയും ഡിസ്ജോയിന്റ് സെറ്റാണ്, സെപ്പറേറ്റ് ഡിസ്ജോയിന്റ്, കോമൺ ആയിട്ട് ഒന്നുമില്ല. ബിയിലും സിയിലും കോമൺ ആയിട്ടൊന്നുമില്ല, ഡിസ്ജോയിന്റ് സെറ്റാണ്. ബി ഇന്റർസെക്ഷൻ ഡി ചോദിച്ചാൽ ബി ഇന്റർസെക്ഷൻ ഡി ചോദിച്ചാൽ ബിയിലും ഡിയിലും കോമൺ ആയിട്ട്, ബിയിലും ഡിയിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. ഇനി ഒന്നും വരില്ല, ഇനി എല്ലാം ഇവിടെ ഓഡ് നമ്പേഴ്സാണ്, ഇവിടെ ഫുൾ ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ ബിയിലും ഡിയിലും കോമൺ ആയിട്ട് 2 മാത്രമേ ഉള്ളൂ. ഈ നമ്പേഴ്സ് ഒന്നും ഇതിനകത്ത് വരത്തില്ല. അപ്പം ബി ഇന്റർസെക്ഷൻ ഡി എന്ന് പറഞ്ഞാൽ സെറ്റ് 2. ഇങ്ങനെ നിങ്ങൾ നോക്കി എഴുതിയാൽ മതി. ഇന്റർസെക്ഷൻ കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് മാത്രമേ എഴുതുക, അതാണ് ഇന്റർസെക്ഷൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഡിസ്ജോയിന്റ് സെറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. എയും ബിയും തന്നിട്ട് ഡിസ്ജോയിന്റ് സെറ്റ് ആണോ അല്ലയോ നോക്കാനായിട്ട് ഇന്റർസെക്ഷൻ എടുത്താൽ പോരെ. ഒരു ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇന്റർസെക്ഷൻ നോക്കിയാൽ മതി. അതായത് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4. ബി എന്ന് പറയുന്ന സെറ്റ് എക്സ് സെറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ബിലോങ്സ് ടു എന്ന് എഴുതി. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് വെച്ചാൽ ഇന്റർസെക്ഷൻ 5 വന്നാൽ മതി, ഇന്റർസെക്ഷൻ നൾ സെറ്റ് വന്നാൽ മതി. ഇന്റർസെക്ഷൻ കാണുന്നെങ്കിൽ എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതണം. എ റോസ്റ്റർ ഫോമിലാണ്, ബിയും കൂടെ തന്നെ എഴുതുക. ബി ഈക്വൽ ടു എക്സ് നാച്ചുറൽ നമ്പർ ആണ്, 4നും 6നും ഇടയ്ക്ക് എടുക്കുക. 4ഉം 6ഉം എടുക്കാം, ഈക്വൽ ടു ഉള്ളതുകൊണ്ട് 4ഉം എടുക്കാം 6ഉം എടുക്കാം. അപ്പോൾ 4 എടുക്കാം, 5 എടുക്കാം, 6 എടുക്കാം. എയും കിട്ടി, ബിയും കിട്ടി. ഇനി നിങ്ങൾ എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ച് നോക്കുക. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോഴത്തേക്കും എയിലും ബിയിലും കോമൺ ആയിട്ട് 4 ഉണ്ട്, സെറ്റ് 4 ഉണ്ട്. അത് നൾ സെറ്റ് അല്ല, നോട്ട് ഈക്വൽ ടു 5. നൾ സെറ്റ് അല്ല, അതുകൊണ്ട് ഡിസ്ജോയിന്റ് സെറ്റ് അല്ല. നൾ സെറ്റ് വന്നാൽ മാത്രമേ ഡിസ്ജോയിന്റ് ആവുള്ളൂ. ഇപ്പം ഇവിടെ നമുക്ക് പറയാം എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ് അല്ല. എ ആൻഡ് ബി ആർ നോട്ട് ഡിസ്ജോയിന്റ് സെറ്റ്സ്. ക്ലിയർ ആയോ? നിങ്ങൾ ആ സെറ്റുകൾ എഴുതുക, എന്നിട്ട് ഇന്റർസെക്ഷൻ എടുത്ത് നോക്കുക. 5 വരുവാണെങ്കിൽ ഡിസ്ജോയിന്റ്. അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആയല്ലോ? അപ്പം അത് വളരെ എളുപ്പമാണ്. ഈ ഇന്റർസെക്ഷൻ മാത്രം കണ്ടാൽ മതി. ഒന്നുമില്ലെങ്കിൽ നൾ സെറ്റ് കിട്ടുവാണെങ്കിൽ ഡിസ്ജോയിന്റ്, നൾ സെറ്റ് കിട്ടുന്നില്ലെങ്കിൽ ഡിസ്ജോയിന്റ് അല്ല. അത്രയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ഓപ്പറേഷനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് യൂണിയൻ, പിന്നെ പഠിച്ചത് ഇന്റർസെക്ഷൻ. ഇനി അടുത്ത ഒരു ഓപ്പറേഷൻ ഡിഫറൻസാണ്, മൂന്നാമത്തെ ഓപ്പറേഷൻ. നമ്മൾ ആദ്യത്തെ ഓപ്പറേഷൻ യൂണിയൻ പഠിച്ചു, സെക്കൻഡ് ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ പഠിച്ചു. ഇനി ഒരു ഓപ്പറേഷൻ, മൂന്നാമത്തെ 4 ഓപ്പറേഷനുള്ള മൂന്നാമത്തെ ഓപ്പറേഷൻ ഡിഫറൻസാണ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ്, സെറ്റിന്റെ ഡിഫറൻസ്, സെറ്റിന്റെ ഡിഫറൻസ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 സെറ്റ് എയും ബിയും തരും, എയും ബിയും തരും. അപ്പം അതിന്റെ ഡിഫറൻസ് എ ഡിഫറൻസ് ബി, എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് എ മൈനസ് ബി എന്ന് എഴുതും. എ ഡിഫറൻസ് ബി എന്നുള്ളത് നമ്മൾ എ മൈനസ് ബി എന്നാണ് എഴുതുന്നത്. വായിക്കുന്ന എ ഡിഫറൻസ് ബി എന്നാണ്, എ മൈനസ് ബി എന്നല്ല വായിക്കുന്നത്, എ ഡിഫറൻസ് ബി എന്നാണ്. എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. ആ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് സെറ്റ് ഹോൾ എക്സ്. സച്ച് സെറ്റ് ഈ എക്സ് എയിലുണ്ടായിരിക്കും, പക്ഷേ ബിയിലില്ല. എയിലുണ്ട്, ബിയിലില്ല. എയിലുള്ളതും ബിയിലില്ലാത്തതുമായ എലമെന്റ്സ് ആണ് ഈ ഡിഫറൻസിൻ്റെ അകത്ത് വരുന്നത്. എയിലുള്ളതും ബിയിലില്ലാത്തതുമായ എലമെന്റ്സ്. അപ്പം അത് വെൻ ഡയഗ്രം വരച്ചാൽ ഇത് എ, ഇത് ബി. എയിലുണ്ടായിരിക്കണം, ബിയിലുണ്ടാവരുത്. അപ്പം അതായത് എയിൽ മാത്രം വരുന്ന എലമെന്റ്സ് എഴുതിയാൽ മതി, എയിൽ മാത്രം വരുന്നത്. ഇതാണ് എ ഫുള്ള്. എ ഫുള്ളിൽ നിന്ന് ഈ ബി ഭാഗം കളഞ്ഞാൽ മതി. ഈ പോർഷനാണ് എ മൈനസ് ബി, ഈ പോർഷനാണ് എ മൈനസ് ബി. അപ്പൊ എയിലേത് മാത്രമേ ഉള്ളൂ. അപ്പം ബി ഭാഗം ഇല്ല, ഈ ഭാഗത്തിനകത്ത് ബിയും കൂടി ഉണ്ട്. ബിയിലെ എലമെന്റ്സ് ഒഴിവാക്കി വെക്കുക. ബിയിലെ എലമെന്റ്സ് ഒഴിവാക്കിയിട്ട് എ മാത്രം എടുത്താൽ ഈ പോർഷനാണ് എ മൈനസ് ബി.
ഇതാണ് എ മൈനസ് ബി. ഇനി നിങ്ങളുടെ ബി മൈനസ് എ ചോദിച്ചാൽ ഈ ബിയിൽ നിന്ന് എയുടെ ഈ ഭാഗം കളഞ്ഞാൽ മതി. ഈ പോർഷൻ ബി മൈനസ് എ വരും. അത് വേണേൽ വേറെ ഡയഗ്രത്തിൽ കാണിക്കാം. ഇങ്ങനെ വേണ്ടെങ്കിലും വെച്ചാൽ ഈ പോർഷനാണ് എ മൈനസ് ബി, ഈ പോർഷനാണ് ബി മൈനസ് എ. നടുക്കത്തെ പോർഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. നടുക്കത്തെ പോർഷൻ ഏതാ? എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ ബി. അത് നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് യൂണിയൻ കിട്ടുന്നത്. ഈ ഫുൾ പോർഷനാണ് യൂണിയൻ. എ മൈനസ് ബിയുടെ, എ ഇന്റർസെക്ഷൻ ബിയുടെ, ബി മൈനസ് എയുടെയും കൂടെ ഫുൾ യൂണിയൻ ആണ് എ യൂണിയൻ ബി. എയുടെയും ബിയുടെ ഫുൾ യൂണിയൻ. യൂണിയൻ നമ്മൾ ഇത് ഫുള്ള് വരുമല്ലോ. എ യൂണിയൻ ബി. എ യൂണിയൻ ബിയെ നമുക്കപ്പോൾ ഇങ്ങനെ 3 ഡിസ്ജോയിന്റ് സെറ്റ് ആയിട്ട് എഴുതാം. ഇതെല്ലാം ഡിസ്ജോയിന്റാ. എ മൈനസ് ബി, എ ഇന്റർസെക്ഷൻ ബി, ബി മൈനസ് എ. ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് എ യൂണിയൻ ബി കിട്ടുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിലുണ്ടായിരിക്കും, ബിയിലില്ല. എയിലുണ്ട്, ബിയിലില്ല. അങ്ങനെ വരുന്ന എലമെന്റ്സ് എല്ലാം കൂടെ വരുന്നതാണ് എ മൈനസ് ബി. എ മൈനസ് ബിയുടെ വെൻ ഡയഗ്രം ഇതാണ്. ഈ പോർഷൻ മാത്രം, എ ഭാഗം മാത്രം വരുന്ന ഈ പോർഷൻ. ഈ പോർഷൻ മാത്രം എടുക്കുമ്പോഴത്തേക്കും ബി മൈനസ് എ വരും. ബിയിൽ നിന്ന് എയുടെ ഭാഗം കളഞ്ഞാൽ മതി. ബിയിൽ നിന്ന് എ അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ ഈ പോർഷൻ കിട്ടും. ഈ പോർഷനാണ് ബി മൈനസ് എ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഭാഗം നമുക്കറിയാം എ ഇന്റർസെക്ഷൻ ബി. അതാണ് ഈ വെൻ ഡയഗ്രത്തിൽ ഞാൻ വരച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ ഡിഫറൻസ്? എയിൽ നിന്ന് ബി ഭാഗം കളഞ്ഞു വെക്കാം, എ മൈനസ് ബി കാണാൻ. ബി മൈനസ് എ ചോദിച്ചാൽ ബിയിൽ നിന്ന് എയുടെ ഭാഗം കളഞ്ഞു വെക്കാം. ഏതാണോ ആദ്യം വരുന്നത് അതിൽ നിന്ന് രണ്ടാമത്തെ പാഠം കളഞ്ഞ ഡിഫറൻസ് കിട്ടും. ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും. എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 5. ബി എന്ന് പറയുന്ന സെറ്റ് 3 4 5 6 7. 3 4 5 6 7. എ മൈനസ് ബിയും ബി മൈനസ് എയും കാണാം. എ മൈനസ് ബി നിങ്ങളൊന്ന് എഴുതി ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. എ ആദ്യം ബി രണ്ടാമത് എഴുതുക. എ ആദ്യം എഴുതുക. 1 2 3 4 5 മൈനസ് 3 4 5 6 7. എയിൽ നിന്ന് ബിയിലെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ കളയുക. അപ്പം ഇതാണ് എ. ബിയിലെ ഓരോ എലമെന്റ്സ് എടുത്ത് ഇവിടെ ഉണ്ടെങ്കിൽ അതങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. ബിയിലെ 3 എടുത്തു, ഇവിടെയുണ്ട്, അതപ്പോൾ നമുക്ക് വേണ്ട. ബിയിലെ 4 എടുത്തു, ഇവിടെയുണ്ട്, അതും വേണ്ട. ബിയിലെ 5 എടുത്തു, അതും ഇവിടെയുണ്ട്, അതും വേണ്ട. 6ഉം 7ഉം ഇവിടെ ഇല്ല. അപ്പോൾ നോക്കട്ടെ, മിച്ചം ഫസ്റ്റ് സെറ്റിലുള്ള എലമെന്റ്സ് ആണ് എ മൈനസ് ബി. എയിൽ നിന്ന് ബിയുടെ ഭാഗം കളഞ്ഞു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മിച്ചം വരുന്ന എലമെന്റ്സ് അപ്പോൾ ഇവിടെ 1ഉം 2ഉം മാത്രമാണ്. 1ഉം 2ഉം മാത്രം. സെക്കൻഡ് സെറ്റ് നിങ്ങൾ നോക്കേ വേണ്ട. സെക്കൻഡ് സെറ്റിലെ ഏതെങ്കിലും എലമെന്റ്സ് ഫസ്റ്റ് സെറ്റിൽ ഉണ്ടെങ്കിൽ അതങ്ങ് വെട്ടിക്കളഞ്ഞില്ല. മിച്ചം ഇവിടെ കിടക്കുന്നത് മാത്രം എടുത്തെഴുതിയാൽ മതി. എ മൈനസ് ബി, എ മൈനസ് ബി. ഇങ്ങനെ എ മൈനസ് ബി കാണുന്നത്. ബി മൈനസ് എ കാണാം. ബി മൈനസ് എ കാണുമ്പോൾ ബി ആദ്യം എഴുതണം. 3 4 5 6 7. ബി ആദ്യം എഴുതുന്നു. മൈനസ് എ രണ്ടാമത് എഴുതും. എ രണ്ടാമത് എഴുതും. 1 2 3 4 5. ഈ രണ്ടാമത്തേത് ഓരോന്നും ഫസ്റ്റിലുണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞാൽ മതി. രണ്ടാമത്തെ 1 ഇവിടെ ഇല്ല, കുഴപ്പമില്ല. 2 ഇവിടെ ഇല്ല. 3 ഇവിടെ ഉണ്ട്, വേണ്ട. 3 വേണ്ട. 4 ഇവിടെയുണ്ട്, വേണ്ട. 5 ഇവിടെയുണ്ട്, വേണ്ട. അപ്പം വെട്ടിക്കളഞ്ഞത് ഒഴിച്ച് ബാക്കി മിച്ചം ഫസ്റ്റിൽ കിടക്കുന്നത് മാത്രം 6ഉം 7ഉം. ഇതാണ് ബി മൈനസ് എ. അപ്പോൾ നിങ്ങളത് എഴുതി ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നിങ്ങൾ ചുമ്മാ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്താൽ തെറ്റിപ്പോവും. നിങ്ങളതങ്ങ് എഴുതിയേക്കുക. എഴുതുമ്പോൾ നിങ്ങൾ തെറ്റിയില്ല. രണ്ടാമത്തെ സെറ്റിൽ ഏതെങ്കിലും ഫസ്റ്റ് സെറ്റിൽ ഉണ്ടെങ്കിൽ അതങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം. മിച്ചം ഫസ്റ്റ് സെറ്റിൽ കിടക്കുന്നത് മാത്രം എഴുതിയാൽ മതി. സെക്കൻഡ് സെറ്റിൽ നിങ്ങൾ നോക്കേ വേണ്ട. ഫസ്റ്റ് സെറ്റിൽ മിച്ചം കിടക്കുന്നതാണ് ഡിഫറൻസിൻ്റെ അകത്ത് എഴുതുന്നത്. റിമൈനിങ് എലമെന്റ്സ് അത് മാത്രം എഴുതിയാൽ മതി. അതാണ് ഡിഫറൻസ്. ക്ലിയർ ആയല്ലോ? അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ എയും ബിയും കുറച്ച് എ ബി സി ഡി തന്നിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ്. എ എന്ന് പറഞ്ഞാൽ സപ്പോസ് എ ഈക്വൽ ടു 3 6 9 12 15 18 21. ഇതാണ് എ. 3യുടെ മൾട്ടിപ്പിൾസ് 21 വരെയുള്ള 3യുടെ മൾട്ടിപ്പിൾസ്. ബി എന്ന് പറഞ്ഞാൽ 4 8 12 4 8 12 16 20. സി എന്ന് പറയുന്ന സെറ്റ് 2 4 16 വരെ. 2 4 6 8 10 12 14
16 2ന്റെ മൾട്ടിപ്പിൾസ് 16 വരെയുള്ള. ഡി എന്ന് പറയുന്ന സെറ്റ് 5 10 15 20 വരെ 4 സെറ്റ് എന്നുള്ളത്. ഇത് കുറച്ച് ഡിഫറൻസ് എ മൈനസ് ബി, അങ്ങനെ കുറച്ച് ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം എ മൈനസ് ബി എഴുതുന്നത് ഞാൻ പറഞ്ഞത് ആദ്യം എഴുതുക, മൈനസ് ഇട്ട് ബി എഴുതുക, എഴുതി തന്നെ ചെയ്യുക. 3 6 9 12 15 18 21 മൈനസ് ബി എഴുതുക. 4 8 12 16 20. നിങ്ങൾ വെട്ടുമ്പോൾ രണ്ടാമത്തെ സെറ്റിലെ എലിമെന്റ്സ് എടുത്ത് ഫസ്റ്റിലുണ്ടോ നോക്കിയാൽ മതി. 4 ഇവിടെ ഇല്ല, വെട്ടണ്ട. 8 ഇല്ല. 12 ഇവിടെ ഉണ്ട്, അത് വെട്ടിക്കളഞ്ഞു. 16 ഇവിടെ ഇല്ല. 20 ഇല്ല. ഒരെണ്ണം മാത്രമേ വെട്ടിട്ടുള്ളൂ. എ മൈനസ് ബി എഴുതുമ്പോൾ ഈ 12 മാത്രമേ വെട്ടിപ്പോകുന്നുള്ളൂ. ബാക്കി ഇവിടെ മിച്ചമുള്ളത് 3 ഉണ്ട്, 6 9 15 18 21 കണ്ടോ. 12 ഒഴികെ ബാക്കിയെല്ലാം വരും. 12 മാത്രമേ പോകുന്നുള്ളൂ. ഇതാണ് എ മൈനസ് ബി. ഇനി അതുപോലെ എ മൈനസ് സി ചോദിച്ചാൽ എയും സിയും എഴുതുക. എ നമുക്ക് ആദ്യം എഴുതാം. 3 6 എ വേണം ആദ്യം എഴുതാൻ. ആദ്യം ചോദിച്ചത് ആദ്യം എഴുതാം. 3 6 9 12 15 18 21 മൈനസ് ഈ സി എഴുതുന്നത് 2 തൊട്ട് 16 വരെ. 2 4 6 8 10 12 14 16. ഇനി നോക്കുക. 2 ഇവിടെ ഇല്ല, വെട്ടണ്ട. 4 ഇല്ല. 6 കിട്ടി. ഇനി 8ഉം 10ഉം ഇല്ല. 12 ഉണ്ട്, വെട്ടിക്കളഞ്ഞു. 14ഉം 16ഉം ഇല്ല. രണ്ടെണ്ണേ വെട്ടുന്നുള്ളൂ. 6ഉം 12ഉം മാത്രമേ വെട്ടിപ്പോയിട്ടുള്ളൂ. ബാക്കി ഫസ്റ്റിൽ മിച്ചമുള്ള 3 ഉണ്ട്, 9 ഉണ്ട്, 15 18 21. മനസ്സിലായോ? ഇങ്ങനെ എഴുതുന്നത്. അത് രണ്ടും അങ്ങ് എഴുതിയിട്ട് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. ഇനി നിങ്ങളോട് ബി മൈനസ് സി ചോദിച്ചാൽ ബി ആദ്യം എഴുതുക, സി രണ്ടാമത്. ബി എന്ന് പറയുമ്പം 4 8 12 16 20 ബി എഴുതി. മൈനസ് സി 2 4 6 8 10 12 14 16. നമുക്ക് ഓരോ നോക്കാം. 2 ഇവിടെ ഇല്ല. 4 വെട്ടിക്കളഞ്ഞു. 6 ഇല്ല. 8 ഉണ്ട്, വെട്ടി. 10 ഇല്ല, 12 ഉണ്ട്, 12 വെട്ടി. 14 ഇല്ല, 16 ഉണ്ട്, 16ഉം വെട്ടി. ഇനിയൊന്നുമില്ല. അപ്പോൾ ഇവിടെ മിച്ചമുള്ളത് ഇവിടെ 20 മാത്രമേ ഉള്ളൂ. 20 മാത്രം. ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ആദ്യത്തെ സെറ്റ് എഴുതുക, മൈനസ് ഇട്ട് രണ്ടാമത്തെ സെറ്റ് എഴുതുക. എന്നിട്ട് നിങ്ങൾ രണ്ടാമത്തെ സെറ്റിലെ ഓരോന്നും നോക്കാതെ ഫസ്റ്റിലുണ്ടെങ്കിൽ ഫസ്റ്റിൽ നമ്മൾ വെട്ടിക്കളഞ്ഞേക്കാം. അപ്പം മിച്ചം ഫസ്റ്റിൽ കിടക്കുന്നത് മാത്രം എഴുതിയാൽ മതി. ഇത് കുറേ ഡിഫറൻസ് ആണ് ഇവിടെ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൊസീജിയർ ക്ലിയർ ആയില്ലേ? ഇത് ശരിക്കും പഠിച്ചോണം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്. അപ്പോൾ ഈ സെറ്റിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ആരും കളഞ്ഞേക്കരുത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വാർത്തയൊക്കെ കേട്ടല്ലോ, 17-ാം തീയതി തന്നെ എക്സാം തുടങ്ങും. അപ്പം നിങ്ങൾക്കും വലിയ താമസമില്ലാതെ, കാരണം മെയ് മാസം ഇലക്ഷനാണ് വരുന്നത്. അതിനു മുമ്പ് അവരെന്താണേലും എക്സാമുകളൊക്കെ നടത്തും. അപ്പം അതുകൊണ്ട് നിങ്ങളത് ശരിക്കും പഠിച്ചോളൂ, ഉഴപ്പരുത്, നന്നായിട്ട് പഠിച്ചോളുക. ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് തീർന്നു. ഓക്കെ, താങ്ക് യു.